ഒട്ടേറെ ആരോപണങ്ങൾ വരുന്നു, ഒട്ടേറെ വെളിപ്പെടുത്തലുകൾ വരുന്നു. വെളിപ്പെടുത്തലുകളിൽ ഒന്നാകെ കുലുങ്ങി നിൽക്കുകയാണ് മലയാള സിനിമാ ലോകം. പ്രതിരോധിക്കാൻ പല മാർഗങ്ങൾ തേടുന്നുണ്ട് എന്നാണ് അണിയറ സംസാരം. പക്ഷേ തുറന്നു പറയാൻ നടിമാരും ഒപ്പം പീഡനം നേരിട്ടവരും തീരുമാനിച്ചാൽ പിന്നെ അതിനെ ഒന്നും ആർക്കും തടുത്തു നിർത്താൻ കഴിയില്ല. നിങ്ങളുടെയൊന്നും പ്രലോഭനങ്ങളിൽ വീഴാത്ത മനുഷ്യരുമുണ്ട് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. നടൻ മുകേഷിനെതിരെ ഗുരുതര ആരോപണവുമായി ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യ എത്തിയതാണ് ഈ വാർത്താപ്പകൽ തുടങ്ങുമ്പോഴുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഒരു നടിയുടെ അമ്മയോട് മുകേഷ് മോശമായി പെരുമാറിയെന്നും അവരുടെ വീട്ടിലെത്തിയാണ് ആരുമില്ലാത്ത നേരത്ത് മുകേഷ് മോശമായി പെരുമാറിയതെന്നും സന്ധ്യ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഒരിക്കൽ കൂടി കേൾക്കാം. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഫീമെയിൽ ആർട്ടിസ്റ്റാണ്. അവർ വീട്ടിലില്ലാത്ത സമയത്ത് ഈ മുകേഷ് എന്ന് പറഞ്ഞ ആക്ടർ പുള്ളി പോയി അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച് അവരുടെ വീട്ടിൽ പോയിട്ട് ഹീ ട്രൈ ടു മിസ്ബിഹേവ് വിത്ത് ഈ ആർട്ടിസ്റ്റിൻ്റെ മദറിനായിട്ട് മിസ്ബിഹേവ് ചെയ്യാൻ നോക്കി. അതെ, ആർട്ടിസ്റ്റിൻ്റെ മദർ ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ. ആ ആർട്ടിസ്റ്റിൻ്റെ അമ്മേൻ്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തു. എന്നോട് അവർ ഷെയർ ചെയ്തതാണ്. പക്ഷെ അവരുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റത്തില്ല. നടി നേരിട്ട് എന്നോട് പറഞ്ഞതാണ്. അവരപ്പോൾ തന്നെ അടിച്ചു പുറത്താക്കിയവർ പുള്ളിയെ. എന്ത് നാണക്കേടാണല്ലേ! എന്ത് പ്രഹസനമാ സജി എന്ന് പറയുന്നത് പോലെ എന്ത് നാണക്കേടാ സജി എന്ന് നമുക്ക് പറയാനുള്ളൂ. ചില നടന്മാരൊക്കെ ഈ സിനിമാ ലൊക്കേഷനുകളിൽ ഇതൊക്കെ പരസ്യമായിട്ട് ആവശ്യപ്പെടും എന്നാണ് നമുക്ക് കിട്ടിയ ചില വിവരം. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മളോട് പറഞ്ഞത് ബ്ലാങ്കറ്റ് എവിടെ എന്നാണ് ചോദിക്കുന്നത്. അത്രേ ബ്ലാങ്കറ്റ് എവിടെയെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ എവിടെ എന്നാണ് ചോദിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നീട് ഒരു ചലച്ചിത്രത്തിൽ അത് ഒരു ഡയലോഗായിട്ട് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർക്കറിയാം. ഇതൊക്കെ ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ സിനിമാ മേഖലയിൽ അനുസ്യൂതം തുടരുന്നു. നിങ്ങൾക്ക് എവിടെയെങ്കിലും മറ്റൊരു തൊഴിൽ മേഖലയിൽ ഇങ്ങനെ ആലോചിക്കാൻ പറ്റുമോ? വിവരം അറിയും അല്ലേ? പലയിടങ്ങളിലും ഉണ്ടാവാം. ഏറിയ പങ്കും ചിലരൊക്കെ നിശബ്ദരായിരിക്കുന്ന ഇരകളും ഉണ്ടാവാം. പക്ഷേ അവർക്കൊക്കെ ഒരു ഗ്രിവൻസ് പറയാനൊരു ഫോറം ഉണ്ടാവും. മാത്രമല്ല കുറച്ചുകൂടി ബോൾഡായി ആത്മാഭിമാനത്തോടുകൂടി പണിയെടുക്കാൻ കഴിയുന്ന ഇടങ്ങളുണ്ടാവും. പക്ഷേ നമ്മുടെ സിനിമാ മേഖലയിലും അതുണ്ടായിട്ടില്ല. ഇത് ഏതെങ്കിലും തരത്തിൽ മലയാളത്തിന് മാത്രമല്ല, മലയാളത്തിൽ ഇങ്ങനെയൊക്കെ പരാതിപ്പെടാനുള്ള ഒരു ഫോറവും ഒരു കമ്മിറ്റിയെങ്കിലും ഉണ്ടാവുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റു ഭാഷകളിലേക്കും ഒക്കെ പോയാൽ ഇതിനേക്കാൾ അപ്പുറമാണ്. ഹോളിവുഡിൽ വരെ ഈ ലൈംഗിക പീഡന പരാതി പിടിച്ചുലച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ 2017 ഹാർവി വെയിൻസ്റ്റൈനെതിരായിട്ടുള്ള പരാതിയാണ് ഈ മീ ടു ക്യാമ്പയിന് തന്നെ തുടക്കം കുറിക്കുന്നത്. വലിയ സ്റ്റുഡിയോ ആണ് മിറാമാക്സ് എന്ന് പറയുന്ന വലിയ സ്റ്റുഡിയോയുടെ സ്ഥാപകനാണ് ഹാർവി വെയിൻസ്റ്റൈൻ. വലിയ പ്രൊഡ്യൂസറാണ്. നമ്മുടെ ഒരുപാട് പ്രമുഖ താരങ്ങൾക്ക് ജന്മം നൽകിയിട്ടുള്ള താരമാണ്. 1 ഡസനിലധികം സ്ത്രീകളാണ് നിരന്തരം നിന്ന് മീ ടു അടിച്ചു. അതാണ് സംഭവിച്ചത്. അതൊക്കെ ഹോളിവുഡിലും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതുപോലെയൊന്നുമല്ല ഇവിടെ സംഭവിക്കുന്നത്. അതൊക്കെ ഹാർവി വെയിൻസ്റ്റൈൻ അയാൾ ചെയ്താലും കുറ്റമാണ്. പക്ഷേ ഇവിടെ വിച്ചു പോലെയുള്ള കാസ്റ്റ് ആൻഡ് ഡയറക്ടർമാർ തുടങ്ങി സകല കൃമികീടങ്ങളും സിനിമാ മേഖലയിലെ ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് വരുന്നതെന്ന തോന്നലാണ് ഈ ആരോപണങ്ങൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്നത്. എല്ലാത്തിനും അടിച്ച് പുറത്താക്കുക, ശുദ്ധികലശം നടത്തുക എന്നതല്ല വഴിയില്ല. പക്ഷേ അതിന് സർക്കാർ കൂടി മുന്നിട്ടിറങ്ങണം.